AIADMKയും ജനങ്ങളെയും തന്നെ ഏൽപ്പിച്ചാണ് അമ്മ പോയതെന്ന് ശശികല. അമ്മയുടെ ആത്മാവ് നമ്മോടൊപ്പമുണ്ടെന്നും അമ്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും ശശികല പറഞ്ഞു. സത്യപ്രതിജ്ഞ വൈകിക്കുന്നതിന് ചോദ്യം ചെയ്ത ശശികല ഗവർണർക്ക് കത്തയച്ചു. MLA-മാർക്കൊപ്പം ഇന്ന് വൈകുന്നേരം ഗവർണറെ കാണാൻ അനുവദിക്കണമെന്നാണ് കത്തിലെ ആവശ്യം. കൂടുതൽ പേർ കൊഴിഞ്ഞുപോയതോടെയാണ് ശശികല ഗവർണർക്ക് കത്തയച്ചത്. അതേസമയം ശശികലയ്ക്കെതിരെ നിർണായക നീക്കവുമായി പനീർശെൽവം രംഗത്തെത്തി. പോയസ് ഗാർഡനിലെ ജയലളിതയുടെ വസതിയായ വേദനിലയം ജയലളിതയുടെ സ്മാരകമാക്കി സർക്കാർ ഉത്തരവിറക്കി. പനീർശെൽവം ഉത്തരവിൽ ഒപ്പിട്ടു. ശശികലയെയും സംഘത്തെയും വേദനിലയത്തിൽ നിന്ന് ഒഴിപ്പിക്കാൻ ഉടൻ നിർദ്ദേശം നൽകുമെന്നാണ് സൂചന. മനു ശങ്കർ ചേർന്നുണ്ട് വിവരങ്ങളുമായി. മനു, ഇരുഭാഗത്തും നിന്ന് പരസ്പരം ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുകയാണ് OPS-ന്റെയും ശശികലയ്ക്കും ഇടയിൽ. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? പിന്തുണയ്ക്കുന്ന MLA-മാർക്കൊപ്പം വൈകിട്ട് കാണാൻ അനുവദിക്കണമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഗവർണർ C. വിദ്യാസാഗർ റാവുവിന് ശശികല കത്തയച്ച ശേഷമാണ് പ്രവർത്തകർ മുമ്പാകെ ചില വൈകാരികമായ ഭാഷയിൽ ശശികല പ്രതികരിച്ചിരിക്കുന്നത്. 1.5 കോടിയോളം പ്രവർത്തകരുള്ള പാർട്ടിയാണ് അണ്ണാ DMK. രാജ്യത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ കക്ഷിയാണ് അണ്ണാ DMK പാർട്ടി. ഈ പാർട്ടിക്കും പ്രവർത്തകരുടെയും പിന്തുണ തനിക്കൊപ്പമുണ്ട്. ജയലളിതയുടെ ആത്മാവ് തന്നെ പിന്തുണയ്ക്കുന്ന പ്രവർത്തകർക്കൊപ്പമുണ്ട് എന്നാണ് ശശികല പ്രതികരിച്ചിരിക്കുന്നത്. സത്യപ്രതിജ്ഞ നീട്ടിക്കൊണ്ടു പോകുന്നത് അംഗീകരിക്കാനാകാത്ത കാര്യമാണ്. ജനാധിപത്യത്തെ ഓർത്താണ് സംയമനം പാലിക്കുന്നത് എന്നാണ് ശശികല പ്രതികരിച്ചിരിക്കുന്നത്. ഈ പിന്തുണയ്ക്കുന്ന MLA-മാരുടെ ഒപ്പടങ്ങിയ സമ്മതപത്രം കഴിഞ്ഞ ദിവസം തന്നെ ഗവർണർ മുമ്പാകെ നൽകിയതാണ്. എന്നിട്ടും ഒരു സർക്കാർ രൂപീകരണത്തിനോ ഭൂരിപക്ഷം തെളിയിക്കുന്നതിനോ ഗവർണർ ക്ഷണിക്കുന്നില്ല. ഇത് അംഗീകരിക്കാനാകാത്തതാണ്. ഇക്കാര്യങ്ങളെല്ലാം ഗവർണർക്ക് അയച്ചിട്ടുള്ള കത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും നിയമസാധ്യതയൊക്കെ അനുസരിച്ച് ഗവർണർ മുമ്പാകെ ശശികല കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ച സാഹചര്യത്തിൽ അനുവദിക്കേണ്ടതാണ്. പക്ഷേ പ്രത്യേക സാഹചര്യം വിലയിരുത്തിയും വിവേചനാധികാരം ഉപയോഗിച്ചും ഗവർണർ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് കണ്ടറിയേണ്ടത്. വൈകിട്ട് 5 മണിക്ക് കൂടിക്കാഴ്ചയ്ക്ക് അനുവദിക്കണമെന്നാണ് ശശികല ഈ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സത്യപ്രതിജ്ഞ വൈകിപ്പിക്കുന്നത് ജനാധിപത്യത്തിന്റെ ഈ നിലവിലെ നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിനോടൊക്കെ ഗവർണർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വലിയ കടുത്ത നീക്കങ്ങളുമായി പനീർശെൽവവും രംഗത്തെത്തിക്കഴിഞ്ഞു. ജയലളിതയുടെ വസതിയായ 100 കോടിയോളം വിലയുള്ള പോയസ് ഗാർഡനിലെ വേദനിലയം സർക്കാർ സ്മാരകമാക്കി പനീർശെൽവം ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ശശികല പ്രതികരിച്ചിരുന്നത് ഇത് തന്റെ സഹോദരന്റെ ഭാര്യ ഇളവരശിയുടെ പേരിലുള്ള സ്വകാര്യ സ്വത്താണ്, ഇത് സർക്കാർ സ്വത്താക്കി മാറ്റാനാകില്ലെന്നാണ് ശശികല പ്രതികരിച്ചിരുന്നത്. പക്ഷേ ഇതൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഈ ഉത്തരവിൽ ഇന്ന് പനീർശെൽവം ഒപ്പുവെക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതോടൊപ്പം 2 MP-മാർ ശശികല പക്ഷത്തുണ്ടായിരുന്ന 2 MP-മാർ കൂറുമാറി പനീർശെൽവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം ശശികലയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന മന്ത്രി പാണ്ഡ്യരാജനും പരസ്യ പിന്തുണ പനീർശെൽവത്തിന് അറിയിച്ചുകൊണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള വളരെ നാടകീയമായ നീക്കങ്ങൾ നടത്തുമ്പോഴും ഗവർണർ ഇക്കാര്യത്തിൽ മൗനം തുടരുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഇതിനിടയിൽ DMK-യും കോൺഗ്രസും ഒരു ഭൂരിപക്ഷ വോട്ടിങ്ങിലേക്കും മറ്റും നിയമസഭയ്ക്ക് അകത്തൊരു സാധ്യത തെളിഞ്ഞാൽ പിന്തുണയ്ക്കും എന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. പരസ്യമായ ഒരു പിന്തുണ രംഗത്തിറക്കുന്നില്ലെങ്കിൽ പോലും രഹസ്യമായി പനീർശെൽവത്തെ പിന്തുണയ്ക്കാം എന്നൊരു നീക്കമാണ് നടക്കുന്നത്. ലീഗിലെ ഒരു ലീഗ് സ്ഥാനാർത്ഥിയും നിയമസഭയിലുണ്ട്. ഇദ്ദേഹവും പനീർശെൽവത്തിനെ പിന്തുണയ്ക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങളാണ് തമിഴ്നാട്ടിൽ പുരോഗമിക്കുന്നത്. ഉടനടി ഒരു രാഷ്ട്രീയ പരിഹാരത്തിന് സാധ്യതയില്ല എന്ന് വിലയിരുത്തുമ്പോഴും ചില വൈകാരികമായ ഭാഷയിൽ ജനാധിപത്യത്തെ മാനിച്ചുകൊണ്ട് സംയമനം പാലിക്കുന്നു എന്ന പ്രതികരണമാണ് ശശികല നടത്തിയിരിക്കുന്നത്. സൗമ്യ, മനുശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ശശികല OPS ക്യാമ്പ് വലിയ കരുനീക്കങ്ങളാണ് 2 വിഭാഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിക്കെതിരെ തിരിച്ചടിച്ച രാഹുൽ ഗാന്ധി. മറ്റുള്ളവരുടെ കുളിമുറിയിൽ എത്തി നോക്കുന്ന ഒളിഞ്ഞുനോട്ടക്കാരനാണ് മോദിയെന്ന് രാഹുലിന്റെ പരിഹാസം. മൻമോഹൻ സിംഗ് മഴക്കോട്ടിട്ട് കുളിക്കുന്ന ആള് എന്ന പരാമർശത്തിലാണ് രാഹുലിന്റെ മറുപടി. हिंदुस्तान में करोड़ों किसान हैं जो इस पैसे का प्रयोग कर सकते थे. नरेंद्र मोदी जी इन सब चीजों में फेल है. अब मैं समझता हूं कि नरेंद्र मोदी जी को जन्मपत्री पढ़नी अच्छी लगती है, गूगल सर्च करना अच्छा लगता है और लोगों के बाथरूम में झांकना अच्छा लगता है. वो चीजें वो अपने फ्री टाइम में करें, शाम को करें, मगर मेन प्रधानमंत्री का काम होता है रोजगार का सवाल, सिक्योरिटी का सवाल, किसानों का सवाल. इन सब सवालों में हमारे प्रधानमंत्री जी फेल हैं.
ഫാസിസ്റ്റുകൾ മനഃപൂർവ്വമായ അസഹിഷ്ണുതകൾ സൃഷ്ടിക്കുന്നതായി സംവിധായകൻ കമൽ. അസഹിഷ്ണുതയുടെ ചിഹ്നങ്ങളായി സെൻസർ ബോർഡ് മാറുന്നുവെന്നും വികലമായ സെൻസർ നിയമങ്ങളാകും വരും നാളുകളിൽ കാണാൻ പോകുന്നതെന്നും കമൽ പറഞ്ഞു. വർദ്ധിച്ചുവരുന്ന അസഹിഷ്ണുതയ്ക്കെതിരെ ശക്തമായ നിലപാട് വ്യക്തമാക്കിയായിരുന്നു സംവിധായകൻ കമൽ സംസാരിച്ചത്. വലതുപക്ഷ ഫാസിസ്റ്റ് ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ നേരിടുന്നത് സിനിമാ മേഖലയാണ്. മനഃപൂർവ്വം ചിലർ അസഹിഷ്ണുത സൃഷ്ടിക്കുകയാണെന്നും കമൽ പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ ഫാസിസ്റ്റ് സമീപനങ്ങൾ എങ്ങനെയാണ് കലാസൃഷ്ടികളെ, കലാകാരന്മാരെയൊക്കെ ബാധിക്കുന്നതെന്നുള്ളത് നമ്മൾ കുറച്ച് നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഇരയാകുന്നതെന്നും സിനിമയാണെന്നുള്ളതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. എല്ലായിടത്തും അസഹിഷ്ണുത വ്യാപിക്കുകയാണ്. സെൻസർ ബോർഡിനെതിരെയും കമൽ ശക്തമായ പ്രതികരണമാണ് ഉന്നയിച്ചത്. വികലമായ സെൻസർ നിയമങ്ങളാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. അസഹിഷ്ണുതയുടെ ചിഹ്നമായി സെൻസർ ബോർഡ് മാറുന്നുവെന്നും കമൽ ആഞ്ഞടിച്ചു. വളരെ വികലമായ ഒരു സെൻസർ നിയമങ്ങളാണ് ഇവിടെ ഉണ്ടായി വരാൻ പോകുന്നത്. അതിനി കൂട്ടിച്ചേർക്കലുകൾ എന്തൊക്കെ വരുമെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയൊരു ചിഹ്നമായി തന്നെ സെൻസർ ബോർഡ് മാറുന്നു എന്നുള്ളത് അവിടെ കഥ കഴിയാണ് സിനിമയുടെ. നാവു മാത്രമല്ല തലച്ചോറും ഇൻഷൂർ ചെയ്യപ്പെടുന്ന കാലമാണ് ഉള്ളത്. ഭയപ്പെടുത്തൽ കൊണ്ടൊന്നും കലാകാരന്മാർ പേടിക്കില്ലെന്നും അതിനെയെല്ലാം അതിജീവിച്ച ചരിത്രമാണ് കലാകാരന്മാർക്ക് ഉള്ളതെന്നും കമൽ ഓർമ്മിപ്പിച്ചു. കോഴിക്കോട് നടക്കുന്ന അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കമൽ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഉത്തർപ്രദേശ് നിയമസഭയിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. മികച്ച പോളിംഗ് ആണ് നടക്കുന്നത്. ഇതുവരെ 40% പോളിംഗ് രേഖപ്പെടുത്തി. സംസ്ഥാനത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലെ 73 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് തുടരുന്നത്. എം സന്തോഷ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. സന്തോഷ്, ഇതുവരെയുള്ള ഒരു സ്ഥിതി എങ്ങനെയാണ്? ഏത് രീതിയിലാണ് പോളിംഗ് പെർസെന്റേജ് ഒക്കെ ഉള്ളത്? സൗമ്യ, ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ 1 മണി വരെയുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം 39.34% പേർ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി കഴിഞ്ഞു. സാമാന്യം ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണിത്. ഗ്രാമീണ മേഖലയിൽ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ നഗരങ്ങളിൽ പോളിംഗ് മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത്. ഏതായാലും ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ എല്ലാ ആവേശവും വോട്ടെടുപ്പിലും പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. പശ്ചിമ യുപിയിലെ 73 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. 15 ജില്ലകളിലായുള്ള ഈ നിയമസഭാ മണ്ഡലങ്ങൾ എല്ലാം തന്നെയും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, മുസ്ലിം വിഭാഗങ്ങൾക്ക് ഏറെ സ്വാധീനമുള്ള മണ്ഡലങ്ങൾ തന്നെയാണ്. മുസ്ലിം, ദളിത് വിഭാഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്. ഏതായാലും ഈ മൂന്ന് പ്രധാന കക്ഷികൾ, അതായത് BJPയും സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യവും BSPയും തമ്മിലുള്ള വളരെ ശക്തമായ ത്രികോണ മത്സരമാണ് ഈ 73 നിയമസഭാ മണ്ഡലങ്ങളിൽ നടക്കുന്നത്. 2012 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് ഇവിടെ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. BSPക്കും സമാജ്വാദി പാർട്ടിക്കുമാണ് ഈ മേഖലയിൽ വലിയ വിജയം ഉണ്ടായിരുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പ് എത്തിയപ്പോഴേക്കും BJP ഭൂരിപക്ഷം സീറ്റുകളിലും, അതായത് ഈ മേഖലയിലെ ഭൂരിപക്ഷം ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. 2013 മുസാഫർ നഗർ കലാപത്തിന് ശേഷമാണ് പശ്ചിമ യുപിയിലെ രാഷ്ട്രീയ ചിത്രത്തിന് വലിയ രീതിയിലുള്ള മാറ്റം സംഭവിച്ചത്. BJP സ്വാധീന ശക്തിയായി ഉയർന്നു വരികയും ചെയ്തത്. എന്നാൽ 2017 നിയമസഭാ തിരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും നേരത്തെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. BJPയോട് വലിയ രീതിയിലുള്ള മമതയില്ല. പ്രത്യേകിച്ചും ജാട്ട് വിഭാഗം, BJPയുടെ വോട്ട് ബാങ്കായിരുന്ന ജാട്ട് വിഭാഗം ഇപ്പോൾ BJPയുമായി വലിയ രീതിയിലുള്ള അടുപ്പത്തിലല്ല. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൽ അത് അവർക്ക് തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഏതായാലും ഈ 3 കക്ഷികളും, പ്രധാന കക്ഷികളായ BJPയും SP കോൺഗ്രസ് സഖ്യവും BSPയും അതോടൊപ്പം തന്നെ അജിത് സിംഗിന്റെ RLDയും ശക്തമായ മത്സര രംഗത്തുണ്ട്. ഏതായാലും ഇതുവരെയും അനിഷ്ട സംഭവങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. BJP MLAയും BJP നേതാവുമായ സംഗീത് സോമിന്റെ സഹോദരൻ തോക്കുമായി പോളിംഗ് ബൂത്തിലെത്തുകയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ചില പോളിംഗ് ബൂത്തുകളിൽ യന്ത്രങ്ങൾ തകരാറിലായതിനാൽ പോളിംഗ് തടസ്സപ്പെട്ടിട്ടുണ്ട്. ഏതായാലും 6000-ഓളം വരുന്ന അർദ്ധസൈനിക വിഭാഗങ്ങൾ ഒരുക്കിയ സുരക്ഷയിൽ ഉത്തർപ്രദേശിലെ ആദ്യഘട്ട പോളിംഗ് സമാധാനപരമായി പുരോഗമിക്കുകയാണ്. സൗമ്യ, എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. നരേന്ദ്രമോദിക്കെതിരെ തിരിച്ചടിച്ച രാഹുൽ ഗാന്ധി. മറ്റുള്ളവരുടെ കുളിമുറിയിൽ എത്തി നിൽക്കുന്ന ഒളിഞ്ഞുനോട്ടക്കാരനാണ് മോദിയെന്ന രാഹുലിന്റെ പരിഹാസം. മൻമോഹൻ സിംഗ് മഴക്കോട്ടിട്ട് കുളിക്കുന്നയാള് എന്ന പരാമർശത്തിലാണ് രാഹുലിന്റെ മറുപടി.
हिंदुस्तान में करोड़ों किसान हैं जो इस पैसे का प्रयोग कर सकते थे। नरेंद्र मोदी जी इन सब चीजों में फेल है। अब मैं समझता हूं कि नरेंद्र मोदी जी को जन्मपत्री पढ़नी अच्छी लगती है, गूगल सर्च करना अच्छा लगता है और लोगों के बाथरूम में झांकना अच्छा लगता है। वो चीजें वो अपने फ्री टाइम में करें, शाम को करें, मगर मेन प्रधानमंत्री का काम होता है रोजगार का सवाल, सिक्योरिटी का सवाल, किसानों का सवाल। इन सब सवालों में हमारे प्रधानमंत्री जी फेल हैं। ഇ അഹമ്മദിന്റെ നിര്യാണത്തെ തുടർന്നുള്ള പ്രശ്നങ്ങളിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുന്നു. ദില്ലി പോലീസിനും RML ആശുപത്രി അധികൃതർക്കും കമ്മീഷൻ നോട്ടീസ് അയച്ചു. ആശുപത്രിയിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും വിശദീകരണം നൽകണം. 4 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാനാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. MLA മാരായ PK ബഷീർ, പാറക്കൽ അബ്ദുള്ള, സുപ്രീംകോടതി അഭിഭാഷകൻ സയ്യിദ് മസൂഖ് ബഫാക്കി എന്നിവർ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ ഇക്കഴിഞ്ഞ 31-നാണ് അഹമ്മദ് പാർലമെന്റിൽ കുഴഞ്ഞു വീണത്. പിന്നീട് മരണം സ്ഥിരീകരിക്കാൻ പോലും ആശുപത്രി അധികൃതർ വൈകിയെന്നാണ് ആരോപണം. മക്കളെപ്പോലും കാണാൻ അനുവദിക്കാഞ്ഞതും പ്രതിഷേധത്തിന് ഇടയൊരുക്കിയിരുന്നു. അടച്ചുപൂട്ടിയ കൊല്ലം ഓയൂർ ട്രാവൻകൂർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തുറക്കണമെന്നാവശ്യപ്പെട്ട് SFIയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ നടത്തിയ ഉപരോധ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. ജില്ലാ കളക്ടറുമായി വിദ്യാർത്ഥികൾ നടത്തിയ ചർച്ചയിൽ തിങ്കളാഴ്ച കോളേജ് തുറക്കുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കുമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല സമരം കളക്ടറേറ്റ് പടിക്കൽ ആരംഭിക്കാനാണ് SFIയുടെ തീരുമാനം. മാസങ്ങളായി അടഞ്ഞുകിടക്കുന്ന കോളേജ് തുറക്കണമെന്നാവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നത്. 300 കുട്ടികൾ ട്രാവൻകൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു. അധ്യാപകർക്കും ജീവനക്കാർക്കും മാനേജ്മെന്റ് ശമ്പളം കൊടുക്കാത്തതിനാൽ കോളേജ് തുറക്കുന്നില്ല. പരീക്ഷ രജിസ്റ്റർ ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. വിഷയത്തിൽ ഇടപെടണമെന്ന് ജില്ലാ ഭരണകൂടത്തോട് വിദ്യാർത്ഥികൾ അപേക്ഷിച്ചു. സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായില്ല. കളക്ടറേറ്റ് ഉപരോധിച്ച വിദ്യാർത്ഥികളോട് കളക്ടർ വീണ്ടും ചർച്ച നടത്തിയതിനെ തുടർന്ന് താൽക്കാലികമായി ഉപരോധം അവസാനിപ്പിച്ചു. തിങ്കളാഴ്ച കോളേജ് തുറന്നില്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാവി ജില്ലാ ഭരണകൂടം ഏറ്റെടുക്കുമെന്ന് കളക്ടർ വാക്കു നൽകിയതായി വിദ്യാർത്ഥികൾ പറഞ്ഞു. അപ്പോൾ വിദ്യാർത്ഥികളുടെ പഠനം നിലയ്ക്കാത്ത തരത്തിലുള്ള എല്ലാ സമീപനവും KTUവിന്റെ ഭാഗത്തുനിന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ അവസാനമായി നമുക്ക് തന്നിട്ടുള്ള ഉറപ്പ്. എന്നാൽ അങ്ങനെ ഒരു ഉറപ്പ് താൻ നൽകിയിട്ടില്ലെന്ന് കളക്ടർ മിത്ര IAS വ്യക്തമാക്കി. അല്ല, അത് അവര് പറഞ്ഞെങ്കിൽ അവരടുത്ത് തന്നെ നമ്മൾ ചോദിക്കണം. അങ്ങനെ ഒരു ഉറപ്പ് അവര് പ്രതീക്ഷിച്ചു അല്ലെങ്കിൽ ആ ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അവരടുത്ത് തന്നെ അന്വേഷിക്കാം. നമ്മൾ ഉറപ്പ് കൊടുത്തിരിക്കുന്നത് ഈ വിഷയം സർക്കാർ തലത്തിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, അത് നമ്മൾ വീണ്ടും ഫോളോ അപ്പ് ചെയ്യും എന്നുള്ളത് മാത്രമാണ്. അതേസമയം ജില്ലാ ഭരണകൂടം വിളിച്ച ചർച്ചയിൽ മാനേജ്മെന്റ് പ്രതിനിധി പങ്കെടുത്തില്ല. തിങ്കളാഴ്ച പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ അനിശ്ചിതകാല ഉപരോധ സമരം ആരംഭിക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ലോ അക്കാദമിയിലെ പ്രധാന കവാടത്തിലെ ഗേറ്റ് മാനേജ്മെന്റ് ഇളക്കി മാറ്റി. പുറമ്പോക്ക് ഭൂമിയിലെ പ്രധാന കവാടം പൊളിച്ചു നീക്കണമെന്ന റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഉദ്യോഗസ്ഥരുടെ പിടിവാശിയിൽ റെയിൽപാത ഇരട്ടിപ്പിക്കൽ വൈകുന്നു. സ്ഥല ഉടമകൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകാതെ സ്ഥലം ഏറ്റെടുക്കാനുള്ള റെയിൽവേയുടെ ശ്രമമായാണ് പാത ഇരട്ടിപ്പിക്കലിന് തടസ്സമാകുന്നത്. കോട്ടയം ജില്ലയിലെ മുട്ടമ്പലം വില്ലേജിലെ 100ഓളം കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത്. പട്ടികജാതി കോളനികളിൽ താമസിക്കുന്ന കുടുംബങ്ങളെ ഉൾപ്പെടെ കുടിയൊഴിപ്പിക്കുമ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങൾ പാലിക്കാതെയും ഉടമകൾക്ക് നൽകേണ്ട നഷ്ടപരിഹാരത്തിന് പുറമെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള എല്ലാ ആനുകൂല്യങ്ങളും നിഷേധിച്ചും കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ചങ്ങനാശ്ശേരി കോട്ടയം പാതയിൽ 2011 പാതയിരട്ടിപ്പിക്കലിന്റെ വിജ്ഞാപനം പുറപ്പെടുവിച്ച നാൾ മുതൽ സ്വന്തം ഭൂമിയിൽ നിർമ്മാണം നടത്താനോ ക്രയവിക്രയം ചെയ്യാനോ കഴിയാതെ 100ലധികം കുടുംബങ്ങൾ ദുരിതത്തിലാണ്. പുതിയ ഭൂമി ഏറ്റെടുക്കൽ നിയമമനുസരിച്ച് റെയിൽപാതയ്ക്കായി സ്ഥലം വിട്ടു നൽകുന്നവർക്ക് ലഭിക്കാൻ അർഹതയുള്ള ആനുകൂല്യങ്ങൾ റെയിൽവേ തിരസ്കരിക്കുകയാണെന്നും ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. മുട്ടമ്പലം വില്ലേജ് ഓഫീസിൽ പെടുന്ന 130 കുടുംബങ്ങൾ ഇപ്പോൾ ആശങ്കയിലാണ്. പലയിടത്തും സ്ഥലമെടുത്ത് ന്യായമായി അതിന്റെ വില കൊടുത്ത ചരിത്രം ഇവിടെ കോട്ടയത്തുണ്ട്. കോട്ടയത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കോ റെയിൽവേയുടെ വികസന പ്രവർത്തനങ്ങൾക്കോ അവിടെ റെയിൽവേയുടെ പരിസരത്ത് സ്ഥലമുള്ളവരാരും അതിനെ തടസ്സം നിൽക്കുന്നില്ല. 2012 റെയിൽവേ ഉദ്യോഗസ്ഥരടങ്ങുന്ന ജില്ലാതല പർച്ചേസിംഗ് കമ്മിറ്റി സ്ഥല ഉടമകളുമായി ചർച്ച നടത്തിയിരുന്നെങ്കിലും ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന റെയിൽവേയുടെ കടുംപിടുത്തമാണ് പാതയിരട്ടിപ്പിക്കലിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അപകടാവസ്ഥയിലായി വാഹന ഗതാഗതം നിരോധിച്ച ഏനാത്ത് പാലത്തിന് പകരം ബെയ്ലി പാലം നിർമ്മിക്കുന്നതിനുള്ള സ്ഥലനിർണ്ണയത്തിനായി ഉദ്യോഗസ്ഥരെത്തി. മദ്രാസ് റെജിമെന്റിന് കീഴിലെ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥരാണ് സ്ഥലത്തെത്തിയത്.
പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ബെയിലി പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. അപകടനിലയിലായി വാഹന ഗതാഗതം നിരോധിച്ച ഏനാത്ത് പാലത്തിന് പകരമായി ബെയിലി പാലം നിർമ്മിക്കാനാവശ്യമായ പരിശോധന നടത്തുന്നതിനായാണ് പ്രത്യേക സംഘം എത്തിയത്. മദ്രാസ് റെജിമെന്റിന് കീഴിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ സംഘമാണ് ഏനാത്ത് എത്തിയതും. പാലത്തിന്റെ ഉയരവും നദിയുടെ ആഴവും അപ്രോച്ച് റോഡിലേക്കുള്ള ദൂരവും സംഘം പരിശോധിച്ചു. മഴക്കാലമായാൽ നദിയിൽ 40 അടിയോളം ജലനിരപ്പ് ഉയരുമെന്ന് KSTP അധികൃതർ സംഘത്തെ ധരിപ്പിച്ചു. മഴക്കാലത്ത് നദി എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കുന്ന ചിത്രങ്ങളും സംഘം ശേഖരിച്ചിട്ടുണ്ട്. സ്ഥലത്തിന്റെ ഘടന അനുസരിച്ച് ഭാരം കുറഞ്ഞ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കുന്ന തരത്തിലുള്ള പാലം നിർമ്മിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് സംഘത്തിന്റെ വിലയിരുത്തൽ. Practically, our recommendation is it is a Bailey bridge because it is a continuous traffic. The floating bridge won't take for that because being in army we use it for operational short duration and other things. It's not for that continuous work. സ്ഥലം പരിശോധിച്ച ശേഷം തയ്യാറാക്കുന്ന റിപ്പോർട്ട് പ്രതിരോധ മന്ത്രാലയത്തിന് സമർപ്പിച്ച ശേഷമായിരിക്കും പ്രതിരോധ മന്ത്രാലയമാണ് പാലം നിർമ്മാണത്തിൽ അന്തിമ അനുമതി നൽകേണ്ടത്. പാലം നിർമ്മിക്കാൻ ആവശ്യമായ സാധന സാമഗ്രികൾ ദില്ലിയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നുമാണ് എത്തിക്കേണ്ടതും. സ്ഥലത്തിന്റെ ഉയരം കൂടുതലായതിനാൽ നിലവിലെ പാലത്തിനരികിൽ ബെയിലി പാലം നിർമ്മിക്കാൻ പ്രായോഗികമല്ലെന്നാണ് സംഘത്തിന്റെ കണ്ടെത്തൽ. അതിനാൽ കടവുകൾ തമ്മിൽ ബന്ധിപ്പിച്ചായിരിക്കും പുതിയ പാലം നിർമ്മിക്കുക. ഏനാത്ത് പാലത്തിന് പകരം ബെയിലി പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ കേന്ദ്രത്തിനയച്ച കത്തിനെ തുടർന്നാണ് ഇപ്പോൾ പരിശോധനകൾ നടന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. വയനാട്ടിൽ നടക്കുന്ന 26ാമത് KSTA സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി കൽപ്പറ്റയിൽ നടന്ന പൊതുസമ്മേളനം വ്യവസായ മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവരും സമ്മേളനത്തിന്റെ 2ാം ദിനത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആയിരക്കണക്കിന് പേർ പങ്കെടുത്ത റാലിയോടെയാണ് പൊതുസമ്മേളനം ആരംഭിച്ചത്. വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല കലാ സാംസ്കാരിക മേഖലകളിലടക്കം ഇന്ത്യയിൽ വർഗീയവൽക്കരണം നടക്കുകയാണെന്ന് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് AC മൊയ്തീൻ പറഞ്ഞു. ക്രിക്കറ്റിൽ പാകിസ്ഥാൻകാരൻ വന്ന് ഇന്ത്യയിൽ കളിക്കാൻ പാടില്ല, ക്രിക്കറ്റിന് എന്താ മതം? ആമിർ ഖാൻ ഒരു പ്രത്യേക മതവിഭാഗത്തിലായി എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് സിനിമ രാജ്യത്ത് ഓടിക്കൂടാ എന്ന് പറയുന്നത് എങ്ങനെയാ? വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല കലയുടെയും സംസ്കാരത്തിന്റെയും എല്ലാം രംഗത്ത് അതിവേഗത്തിൽ ഈ വർഗീയവൽക്കരണം നടക്കുക. ദളിതന് വിദ്യാഭ്യസിക്കാൻ പാടില്ല എന്ന് പഴയ സ്മൃതിയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളതുണ്ട്. അത് നടപ്പിലാക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതിന് ലക്ഷണമല്ല രോഹിത് വെമുലയുടെ മരണം. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന വിദ്യാഭ്യാസ ട്രേഡ് യൂണിയൻ സൗഹൃദ സമ്മേളനം സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നടക്കുന്ന യാത്രയയപ്പ് സമ്മേളനത്തോടെ 3 ദിവസമായി വയനാട്ടിൽ നടന്നുവന്ന സംസ്ഥാന സമ്മേളനത്തിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, വയനാട്. പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ICL ഫെൻകോപ്പ് ആരോഗ്യരംഗ ചികിത്സാ രംഗത്ത് ചുവടുവെക്കുന്നതിന്റെ ഭാഗമായി 50 മെഡി ലാബുകൾ ആരംഭിക്കുമെന്ന് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ KG അനിൽകുമാർ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 100 കോടി രൂപ മുടക്കി 50 EECP സെന്ററുകളാണ് ആരംഭിക്കുന്നത്. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സൌകര്യങ്ങൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും KG അനിൽകുമാർ പറഞ്ഞു. ലബോറട്ടറിയും ഫാർമസിയും ഉൾപ്പെടുന്ന ആദ്യ കേന്ദ്രം ഇരിങ്ങാലക്കുടയിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കും.